നീലത്താരകന്റെ ദുബായ് സന്ദർശനം സെറ്റിൽമെന്റിനോ അതോ കണ്ടോ, കേരളം ഞെട്ടും എന്നൊക്കെ ആക്ഷനും കാണിച്ച് വീമ്പുമിളക്കിപ്പോയ താരകനെ കഴിഞ്ഞ 3 ദിവസമായി കാണാൻ ഇല്ലായിരുന്നു. എവിടെ പോയി? ദുബൈയിൽ പോയതാണ്. സകല വിവാദങ്ങൾക്കും തിരികൊളുത്തി ജെട്ടി വിപ്ലവത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിക്ക് പുറത്തുമാക്കി വളരെ തിടുക്കപ്പെട്ട് മുങ്ങിച്ചയാണ്. എവിടേക്ക്? ദുബൈയിലേക്ക്. ഷാഫിയെ ഡിവൈഎഫ്ഐക്കാർ വഴിയിലിട്ട് ആക്രമിച്ചിട്ട് പ്രതികരിക്കാതെ, സമകാലിക വിഷയങ്ങളിൽ ഇടപെടാതെ ഇത്ര തിടുക്കപ്പെട്ട് താരകൻ ദുബായിലേക്ക് പറഞ്ഞത് എന്തിനാണ്? AI ക്യാമറ വിഷയത്തിൽ യാതൊരു ഹോംവർക്കും നടത്താതെ ഹൈക്കോടതിയിൽ കേസിന് പോയി നാണംകെട്ട് തോറ്റുകൊടുത്തു. ഇത് സതീശൻ പിണറായിക്ക് ചെയ്ത ഒരു ഉപകാരമായിരുന്നു. കാരണം അതൊരു അടഞ്ഞ അധ്യായമാവണം. കോടതി തള്ളിക്കളഞ്ഞ കേസാണെന്ന് നാളെ പറയുവാൻ പറ്റണം. ആ ജാളിത മറയ്ക്കുവാനാണോ ദുബായിലേക്ക് കടന്നു കളഞ്ഞത്? അല്ല. പിന്നെ എന്തിനായിരിക്കാം? ദുബായിലെ വ്യവസായികൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണത്രേ അദ്ദേഹം പോയത്. അല്ല, ആ പേരിലാണ് പോയത്. എന്നാൽ അതൊരു 3 ദിവസത്തെ മൾട്ടിപർപ്പസ് വിസിറ്റ് ആയിരുന്നു. വളരെ രഹസ്യമായുള്ള ഒരു യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ആദ്യ ലക്ഷ്യം കോൺഗ്രസിനെ തകർത്ത് 3ാം പിണറായി സർക്കാർ വരുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ജെട്ടി വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം വിജയിപ്പിച്ചതിൻ്റെ ആ സെറ്റിൽമെന്റ് ഇടപാടിനാണ് പോയത്. ദുബായിയാണ് ഇത്തരം ഇടപാടുകൾക്ക് ഏറ്റവും സേഫ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൊടുക്കൽ വാങ്ങലുകൾ വളരെ സേഫായിരിക്കും. തെളിവ് ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. 2, വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തൃശൂർ ആസ്ഥാനമായുള്ള സതീശന്റെ ശിങ്കിടയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഫിൻകോർപ്പ് വലിയ തോതിൽ പബ്ലിക്കിൽ നിന്നും ശതകോടികൾ NCD നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾക്കെല്ലാം കഴിഞ്ഞയിടെ ഇവർ കോടികളാണ് പരസ്യം വാരിക്കോരി നൽകിയത്. ഇവർ ഈ പണം സമാഹരിച്ചത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ആണ് എന്നാണ് വിവരം. 5000 കോടി രൂപയാണ് ഇവർ ഇത്തരത്തിൽ സമാഹരിക്കുവാനായി ലക്ഷ്യം വെച്ചത്. അത് സാധ്യമായതിൻ്റെ ആഘോഷം ദുബായിൽ സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യാതിഥിയും VD സതീശൻ ആയിരുന്നു. തൃശൂർ ആസ്ഥാനമായുള്ള ആ ഫിൻകോർപ്പിൽ NCD നിക്ഷേപിച്ചവർ ജാഗ്രതയെ, ഇവന്മാർ പൊട്ടും കട്ടായം. അതിൻ്റെ വിശദമായ വാർത്തകൾ പിന്നാലെ. ഇതൊരു കൂട്ടുകച്ചവടമാണ്. അവർക്കറിയാം, അടുത്ത കോൺഗ്രസ് മന്ത്രിസഭ വന്നാൽ VD എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകും. കാരണം ഫണ്ട് ഇത്തവണ കൊണ്ടുവരുന്നത് VD സതീശനാണ്. അത് ഇപ്രകാരവുമാണ്. അപ്പോൾ ആർക്കും VDയെ എതിർക്കുവാൻ സാധിക്കില്ല. കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോൾ ഈ ഫിൻകോർപ്പും പൊട്ടും. പക്ഷേ VD അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കും. ഇവിടുത്തെ കരുവന്നൂർ അടക്കമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പൊട്ടിയതുപോലെ. പൊട്ടിയിട്ട് എന്തായി ഒടുക്കം? ആർക്ക് പോയി? ജനങ്ങൾക്ക് പോയി. ഈ ഇടപാടിനും കൂടിയാണ് സതീശൻ തിരക്കിട്ട് ഈ സമയത്ത് ദുബൈയിൽ പോയത്. ഇനി ഒരു രഹസ്യ സന്ദർശനത്തിന്റെ കാര്യമാണ് പറയുവാൻ പോകുന്നത്. VD സതീശന്റെ ആത്മമിത്രം ദുബൈയിൽ സെക്സ് റാക്കറ്റിലെ മുഖ്യ കണ്ണി കോഴിക്കോട് സ്വദേശി ബദറു കൈതപ്പൊയിലിനെ കാണുക എന്നത്. ദുബായിൽ പോകുമ്പോൾ സതീശൻ ബദറുക്കയെ കാണാതെ പോകാറില്ല. ബദറുവിനെ കണ്ടാൽ 2 ഗുണങ്ങൾ എന്നാണ് പറയാറ്. 1, വിഷമിറക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കും. 2, പോകുമ്പോൾ കയ്യിൽ ഒരു വലിയ കിഴിയും വെച്ച് കൊടുക്കും. പോരാത്തതിന് അരയ്ക്ക് ചുറ്റിപ്പിടിച്ച് കടിച്ചു പറിച്ചൊരു ഉമ്മയും കൊടുക്കും. അതാണ് മാമാ ബദറു. സതീശൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ബദറുവിനെ കണ്ടപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണിത്. നീലക്കുയിലുകൾ. നാളെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പിഴവങ്ങാനും സംഭവിച്ചെങ്ങാനും നീലത്താരകൻ മുക്കിയ മന്ത്രിയായാൽ താരകനും എൻ്റെ ഇടപാടുകാരനാണ് എന്ന് പറയുവാൻ വേണ്ടിയാണത്രേ ബദറുക്ക ഇപ്രകാരം ഫോട്ടോഷൂട്ട് നടത്തുന്നത്. മന്ത്രിസഭ കൊലയോടെ വീഴിക്കണമെങ്കിൽ ജെട്ടിയൊന്നും തപ്പിപ്പോകണ്ട, ബദറുവിനെ കണ്ടാൽ മതി. എല്ലാ സാധനങ്ങളും ബദർ തരും, മൂക്കും കുത്തി വീഴിച്ചും തരും. കേരളത്തിലെ അമ്മപെങ്ങന്മാർക്ക് വേണ്ടി രാഹുലിനെ നിഷ്കരുണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സതീശന്റെ ആത്മമിത്രം ഈ ബദറു എന്ന മുതല് ആരാണെന്നറിയണമെങ്കിൽ
ചങ്ങനാശ്ശേരി സ്വദേശിനിയായ രജനിമോൾ എന്ന വീട്ടമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ ആ പരാതി നിങ്ങളൊന്ന് കാണണം. സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിനായി കടത്തുന്ന സെക്സ് റാക്കറ്റിന്റെ മുഖ്യകണ്ണിയായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശി ബദറു കൈതപ്പോയി. സെക്സ് വർക്കിനായി 22-23 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ നല്ല അച്ചായത്തിമാരെ എങ്ങനെയെങ്കിലും വശത്താക്കി എത്തിച്ചു കൊടുത്താൽ ചോദിക്കുന്ന പണം കൊടുക്കുന്ന ഉപകാരി. ഇപ്രകാരം ചെയ്താൽ മികച്ച വരുമാനം ഉണ്ടാക്കാമെന്നാണ് ഇയാൾ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ സ്ത്രീ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ് സതീശൻ വിഭാവനം ചെയ്യുന്ന കോരളം. പാവപ്പെട്ട വീട്ടിലെ സുന്ദരികളായ പെൺകുഞ്ഞുങ്ങളെ വശീകരിച്ച് വീഴ്ത്തണമെന്നാണ് ഇയാളുടെ നിർദ്ദേശം. സെക്സിൽ ഏർപ്പെട്ടാൽ 1 മണിക്കൂറിന് 1000-ഉം 1500 ദിർഹവും നൽകുമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്യുന്നു. വിശ്വാസമായില്ലെങ്കിൽ ബദറു ആ യുവതിയോട് സംസാരിക്കുന്നതിന്റെ ആ ശബ്ദരേഖ കേട്ടാലും. നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഗൾഫല്ലേ, ഗൾഫ് പോയിക്കൂടെ, നിങ്ങൾക്കൊക്കെ ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് അതിനും അങ്ങനെ ചോദിക്കാം. അന്ന് പറയാ, എന്റെ ഒരു സുഹൃത്ത് ഉണ്ട്, ഞാനിങ്ങനെ എടുക്കുന്ന വിളിക്കലും പറയലൊക്കെ ഉണ്ട്. ആര് പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലി നല്ല സാലറി ഒക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, നിങ്ങൾക്ക് ഇവിടെ നിന്നിങ്ങനെ നിക്കണെന്നല്ല അങ്ങോട്ടൊക്കെ പോയിക്കൂടെ എന്നൊക്കെ ഒരു അഭിപ്രായം നമ്മളിങ്ങനെ പറയാ. നിങ്ങളുടെട്ടോ തീരുമാനം, ഞാനായി നിർബന്ധിക്കാനൊന്നല്ല. ഞാനിപ്പോ നിങ്ങളിങ്ങനെ പണിയെടുക്കുന്നതിനെ കൊണ്ട് ചെറിയ പമ്പളത്തിന് ഇവിടെ പണിയെടുക്കണതും അവിടെ പണിയെടുക്കണോ ഒക്കെ കണക്കല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാ. അങ്ങനെ പറഞ്ഞിട്ട് ഓലെന്ത് ചെയ്യാ, മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കണം അവർക്ക് താല്പര്യം. അതെ, പിന്നെ ഗൾഫിലായാല് അല്ലെങ്കിൽ എന്താ അത് ഒന്നിങ്ങനെ പറഞ്ഞ ഏത് അറിയോ, ഇപ്പൊ എനിക്ക് ഏജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നു ഗൾഫായി നല്ലത്. അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക. എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഒക്കെ നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന്, പക്ഷെ എനിക്കതില്ലാത്തതിനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയാ, ഞമ്മളത് പറയാ. അപ്പോ എന്ത് ചെയ്യും, അവര് ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിക്കോ, ഗ്യാരണ്ടി ആയിട്ട്. അല്ല, നമ്മള് ഈ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ നമ്മള് ഈ വേറെ ജോലിക്കാണെന്ന് അവർക്ക് അറിയുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവൂലേ? ആ ജോലി അല്ലല്ലോ, ആ ജോലിക്ക് നമ്മൾ പറഞ്ഞേക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇഞ്ഞാടെ റൂമിൽ ഒരു ജോലിക്ക് പോയൊക്കെ ചെയ്താലും ഓൽക്ക് ഒരു സൈഡായിട്ട്, അതായത് ഇപ്പോ സൈഡ്, അതായത് ഒരാൾക്ക് കൊടുത്താല് 1000-2000 ദിർഹംസ് കിട്ടണം. മറ്റേത് പോയാൽ 100 ദിർഹംസാ കിട്ടുക. അതില് 50 ഒരു കിട്ടും. അതായത് എല്ലാവർക്കും നിരത്തി കൊടുത്താൽ അത് കിട്ടൂല. 1-2 ആളൊക്കെ പിന്നെ ഇടക്ക് വന്നിങ്ങനെ കൊണ്ടുവരുന്നതിന് 1000-1500 ഒക്കെ കിട്ടും. അങ്ങനെ അത് നിരത്തി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 100 റുപ്യ 150 റുപ്യ ഒക്കെ ആക്കുക. അതിൽ മറ്റുള്ള റൂമിന്റെ വാടക 50 റുപ്യ കിട്ടുക. മറ്റേത് അതല്ല. മറ്റേത് ഒരു റൂമിലേക്ക് ഞാനിപ്പോ എനിക്ക് വേണം തോന്നിയാല് ഞാൻ എന്റെ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി പറയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞാല് 1000 റുപ്യ എനിക്ക് വാങ്ങിയാൽ 500 ഓർക്ക് കൊടുത്താൽ 500 അഞ്ച് എടുത്തൂടെ? എനിക്ക് 500 കിട്ടും, അവർക്ക് 500 ദിർഹല്ലേ? അതെ, ദിർഹം. അതായത് നാട്ടിലെ 10,000 ആയി. 10,000 അല്ല 12,000. ഒരു 2 മണിക്കൂർ. ഇനിയിപ്പോ ഒരു നൈറ്റ് വേണോ, 10-150 പറയാ, അല്ല 1500 പറയാ, 750 എനിക്ക് കിട്ടൂലേ? അല്ല 500 കിട്ടൂലേ? ബാക്കി ഓർക്ക് 1000 ഓർക്ക് കൊടുത്തൂടെ? അങ്ങനെ നടക്കൂ. പിന്നെ അതല്ല, അവിടെ തന്നെ പിന്നെ ഈ നമ്മളെ എറണാകുളത്ത് തന്നെ ഓല് പണിയടിച്ച് നമ്മള് നല്ലോണം കമ്പി വർത്താനം പറഞ്ഞു കൊടുക്കണം. അതെ, അതായത് ഓലുമായിട്ട് എന്തെങ്കിലും സെക്സിലൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോ നമ്മള് ഫ്രണ്ടിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാലോ. ഇവനാണ് VD സതീശന്റെ ഉറ്റ സ്നേഹിതൻ. പറവൂരിലെ താരകനെ കുറിച്ചുള്ള ആ അഭിപ്രായം നാം കേട്ടതാണ്. ഈ സതീശനാണ് രാഹുലിനെതിരെ സദാചാര നടപടിയെടുത്തിരിക്കുന്നത്. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 6ാം ദിനമായി ഇന്ന് അമ്മമാരുടെ പ്രതികരണങ്ങൾ തുടരുന്നു. രാഹുലിനെ തിരികെ എടുക്കുന്നത് വരെ ജനങ്ങളുടെ പ്രതികരണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കോൺഗ്രസിന്
താങ്ങാനാവുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുക. എത്രയും വേഗം രാഹുലിനെ തിരികെ എടുക്കുക. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്. അമ്മമാരുടെ പ്രതികരണങ്ങൾ. സുലോചന, പിറവത്തിനടുത്ത്. ശരിക്കും രാഹുൽ മാങ്കൂട്ട എൻ്റെ ഒരു കൊച്ചുമോനാവാനുള്ള പ്രായമേ ഉള്ളൂ. അത്രയും പ്രായമുള്ള സ്ത്രീയാണ് ഞാൻ. പക്ഷെ ഞാൻ നല്ലോണം ആരാധിക്കുകയും സ്നേഹിക്കുകയും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഇതുവരെ ഓട്ടോയിലും TV-യിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സിനെന്തോ ഒരു വിഷമം. ഞാൻ സ്ഥിരമായിട്ട് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവറും ചാനലും ഒക്കെ കാണുന്നയാളാണ്. പക്ഷെ ഇപ്പൊ എനിക്കൊരു മടുപ്പാണത്. ഈ രാഹുലിനെ ഇങ്ങനെ രജാവധം ചെയ്യുന്ന കാണുമ്പോൾ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് വിളിച്ചു പോയതാണ്. പിന്നെ വെറുതെ ആ പാവം കുട്ടിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ. ഇതിപ്പോ പാവം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിക്കിപ്പോ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ശുദ്ധി വരുത്തിയവരൊന്നും അല്ലല്ലോ. മനുഷ്യ സഹജമാണ്. എന്തെങ്കിലും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തെറ്റി പറ്റിയിട്ടുണ്ടാവും. അത് ശരിയായിട്ട് അത് കണ്ട് അറിഞ്ഞിട്ട് തെറ്റേതാ ശരിയേതാന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നു അതിനോട് ഇങ്ങനെ ചെയ്യാന്. പക്ഷേ രാഹുലിനെ ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും പെടുന്നു എന്ന് മാത്രം. പക്ഷെ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ വാർത്ത വായിക്കാനും ന്യൂസ് കാണാനും ഒന്നും ഒരു താല്പര്യമില്ല. ഇങ്ങനെ രാഹുലിനെ വലിച്ചേറി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തോ എനിക്ക് എൻ്റെ ഒരു സ്വന്തം കുഞ്ഞിനോട് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് വരുന്നത്. ശാന്തമായിട്ട് എത്ര സൗമ്യമായിട്ടാണ് അതിനോടൊപ്പം സംസാരിക്കാൻ ആർക്കാ കഴിയുക? ഏത് ചാനലിൽ വന്നാലും എന്ത് ഡിബേറ്റിൽ വന്നാലും എന്ത് ചർച്ചയിൽ വന്നാലും കൃത്യമായിട്ട് ഉത്തരം പറയുക, കൃത്യമായ കാര്യങ്ങൾ മാത്രം പറയുക, ചോദിക്കുന്നവരുടെ ഉത്തരം മുട്ടിക്കുക. അത്രയും കഴിവുള്ള ആരാ ആ പാർട്ടിയിലുള്ളത്? ഞാൻ വളർന്നു വരുന്ന ആ കുട്ടിയെ ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ആ മോനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ എൻ്റെ മനസ്സ് നിറയെ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. എനിക്ക് അതിനെ നേരിട്ട് കണ്ടു പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുക. ശരിക്കും വല്ലാത്തൊരു സങ്കടമുണ്ട്. ഞാനിപ്പോ ഈ ന്യൂസ് അവറൊന്നും കാണാറില്ല. എനിക്കിഷ്ടമില്ലാതെ കാണുന്നത്. പുറത്തു നിർത്തിയ കോൺഗ്രസ് നേതൃത്വത്തിനോട് ആ നടപടിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. ശരിക്കും അതിന് സത്യം അറിയണമായിരുന്നു. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഓരോരുത്തർക്ക് ഇരിക്കുന്നുണ്ടല്ലോ. വലിയ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടൊക്കെ ഇരിക്കുന്ന അദ്ദേഹം വളരെ മാന്യനാണല്ലോ. കണ്ണൂർ നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. ഞാൻ അതുപോലെ ഇനി കണ്ണൂരാണ്. എനിക്ക് അങ്ങേരുടെ സ്വഭാവം ശരിക്കും അറിയാം. ഇങ്ങനത്തെ വെറും സ്ത്രീലമ്പടനായ ആ മനുഷ്യനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ട് വെക്കാമെങ്കിൽ അവരെയൊക്കെ എന്താ പറയുക? അവരുടെ പാർട്ടിയിൽ എത്ര പേരുണ്ട്? എല്ലാ മാന്യന്മാരും പിന്നിലൊരു എത്ര ഉണ്ടാവും. രാഹുലിനെ തിരികെ എടുക്കാതെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ഇവന്മാർക്ക് തിരിച്ചടി നേരിടുവോ കോൺഗ്രസിന്? നേരിടും തീർച്ചയായിട്ടും. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർ രാഹുൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ രാഹുൽ ജയിക്കും തീർച്ചയായിട്ടും. സെൽവി, ഇടുക്കി ജില്ല, ആനച്ചാല്, മൂന്നാർ ഭാഗത്ത് ആനച്ചാല്. പഴയ കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇങ്ങനെ മൊബൈലിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ TV-യിലൊക്കെ കാണുമ്പോഴേ ഇത് നമ്മുടെ കേരളം നശിച്ചു പോയ ഒരു കേരളത്തിലെ ഒരു 4 നേതാക്കന്മാര് എനിക്കിഷ്ടമുള്ളവരുണ്ട്. അവര് പൊങ്ങി വന്ന നമ്മുടെ കേരളം പഴയ ആകും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്നെയൊക്കെ ഞാനൊന്ന് ഒത്തിരി പാടുപെട്ടിട്ട് എന്നെയൊക്കെ നശിപ്പിച്ച് തീർത്ത് കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. 2 സംഭരണം ഇറങ്ങി 10-25 പേർക്ക് പണി കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് തീർത്ത് കളഞ്ഞ ഒരു നാടാണ്. ഇന്ന് പിണറായി ഇഷ്ടം കാരണം പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു കാലത്ത് ഒരു പാവപ്പെട്ട ഒരു നല്ല ഒരു മകനെന്ന് പറയാൻ എനിക്ക് വളർന്നു വരുമ്പോൾ ആ മകനെ അടിച്ചൊഴിച്ച് എങ്ങനെയാ സാറേ ഒരു നൂല് കറങ്ങാതെ സൂര്യ ഓർക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ഞാൻ ഒറ്റയ്ക്ക് 13 വയസ്സ് തൊട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം മൊത്തം മുന്നോട്ട് പോകുന്നത്. എന്നെയും പലവരും തട്ടി മുട്ടി നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പ്രതികരിക്കാതെ അഭിമാനമുള്ള ഒരു സ്ത്രീ തുടക്കത്തിൽ ഒറ്റ നോട്ടത്തിൽ പ്രതികരിക്കണം. ഇവള് 3.5 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് എനിക്ക് ഇന്ന് എങ്ങനെയെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞ് ഞാൻ വിളിക്കുന്നത്. ആ ഒരു ചാനലിൽ നിന്നത് ആ ചാനലിൽ നിന്ന് മാറിപ്പോയ അതേ സ്ത്രീയെ തന്നെയാണ് ഈ സതീഷ് നമ്മുടെ MLA നമ്മുടെ എതിർപക്ഷ നേതാവ് കേക്ക് മുറിച്ചു കൊടുക്കുന്നത്. അവള് തന്നെ എടുത്ത ഒരു പണിയല്ലേ ഈ
മാന്യമായ ഈ മകനെ ഇല്ലാതെയാക്കുന്നത്? സാറ് പറ. ആ ഒരു ഏഷ്യാനെറ്റ് ടിവിയിൽ ആദ്യം ഉണ്ടായിരുന്ന അവതാരക തന്നെ അപ്പൊ സംശയങ്ങളൊക്കെ വെച്ച് ഒരു ചാനലിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ പെണ്ണ് തന്നെയാണ് വയറ്റിലുണ്ടായെന്ന് പറയുന്നത്. ഇവക്കടെ വീഡിയോ തന്നെയായിരിക്കും. ഇത് പുറത്ത് പറഞ്ഞ് എന്നെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ ഈ സൗണ്ട് പറഞ്ഞിട്ട് എന്നെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ. സതീഷിന് MLA ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കേക്ക് മുറിച്ചു കൊടുക്കാനും ഇത്രയൊക്കെ അവകാശം ഉണ്ടെങ്കിൽ അത്രയൊന്നും ഈ കൊച്ചു തെറ്റിയതായിട്ട് വെളിയിലില്ലല്ലോ. ഈ നശിച്ചു പോയ കേരളത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ അറിവുള്ള ഒരു നല്ല മകൻ ഈ നാട്ടിൽ ജനിക്കട്ടെ. അവനെ തേജോവധം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയെ കൊന്ന പോലെ, ഇന്ദിരാഗാന്ധിയെ കൊന്ന പോലെ ഈ മകനെയും അങ്ങനെയൊന്നും ചെയ്യാൻ ഇന്ന് പറ്റില്ലാത്ത കാരണം ക്യാമറകളും അന്വേഷണങ്ങളും വരുമെന്നും പറഞ്ഞ് പേടിച്ചിട്ട് ഈ മകനെ ഇല്ലായ്മ ചെയ്യുന്നത്. ഇവളെയൊക്കെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കരുത്. പീഡനം എന്ന് പറയുമ്പോൾ ഈ അപ്പം പ്രതികരിക്കാൻ ഇവർക്ക് പറ്റൂലേ? ഞാനും പെണ്ണായിട്ട് 13 വയസ്സ് തൊട്ട് ഞാൻ 8 അടങ്ങ് കുടുംബം അന്വേഷിക്കാൻ രാവും പകലും കഷ്ടപ്പെട്ടവളാ. എന്നെയും മുട്ടും തട്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും. ഞാനപ്പം അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്തിട്ടുണ്ട്. 4 പേരുടെ മധ്യത്തിൽ അപ്പം പ്രതികരിച്ചിട്ടുണ്ട്. കൂട്ടം കൂടി ആക്രമിക്കാൻ വരുന്നിടത്തുനിന്ന് ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് ഒന്നും മുള്ളാൻ പോവാന്നും പറഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇവക്ക് ഇത്രയും കഴിവുള്ളവർക്ക് എന്തിയാ പേടി? അഭിമാനത്തെക്കാളും വലുതാണോ പേടി? ഈ അഭിമാനമുള്ളവളാണെങ്കിൽ എന്തിനാ ജീവനേക്കാളും വലുതാണോ, അഭിമാനത്തെക്കാളും വലുതാണോ ജീവൻ? ഇവക്ക് അന്ന് പ്രതികരിക്കാൻ പാടില്ലായിരുന്നോ? സ്ത്രീ സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കണേ. അല്ല, ഇത് തെറ്റാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് സാറേ പറയുന്നത്. ഞങ്ങൾ കൂലിവേലക്കാരായിരുന്നു. 8 അംഗമുള്ള ഞാൻ ഇളയ മകള് കുടുംബം നോക്കാൻ രാത്രിയും പകലും ആണുങ്ങളുടെ കൂടെ ഒക്കെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ സ്ത്രീയൊന്നുമില്ല, നല്ല അമ്മമാരുണ്ട്. ഇപ്പം വിദ്യാഭ്യാസമൊക്കെ കൂടിയ പിന്നെ സ്ത്രീയുടെ മനസ്സ് പോലെ ഒരുമാതിരിപ്പെട്ട സ്ത്രീകള് തന്നെയാണ് നശിപ്പിക്കണം. അത് ബൈബിളിലും നമ്മുടെ എല്ലാ വേദങ്ങളിലും എല്ലായിടത്തും നോക്കണേ. സ്ത്രീ തന്നെയാണ്, സ്ത്രീക്കും ദോഷം, സ്ത്രീ തന്നെയാണ് സമൂഹത്തിനും. ഇങ്ങനെയുള്ള സ്ത്രീകളെ പ്രളയം കൊറോണ എല്ലാം വന്ന് ഈ നാടങ്ങ് നശിക്കണം. ഓരോ കാര്യം ഒരു പാവപ്പെട്ടവർ ചെയ്തു പൊങ്ങി വരുമ്പം സ്ത്രീയാണ് നശിപ്പിക്കണേ. ലോകത്ത് മാന്യമായി ജീവിക്കുന്ന ആണുങ്ങളെ അയലോക്കത്ത് ഒരു കാറ് മേടിച്ചാൽ തനിക്ക് വേണമെന്നും പറഞ്ഞ് വീട്ടിലെ ആണുങ്ങളെ ഇറക്കി വിട്ട് കൊലയ്ക്കും വിടുന്നതും സ്ത്രീ തന്നെയാണ്. എൻ്റെ പേര് ലീലാമ്മ, കോടഞ്ചേരി പഞ്ചായത്ത് താമസിക്കുന്നത്. ഞാൻ രാഹുലിന്റെ കാര്യത്തെ പറ്റി പറയാൻ വേണ്ടി വിളിച്ചു. ഇന്നലെ തൊട്ട് 2-3 ദിവസം വിളിക്കുന്നു, സാറിനെ കിട്ടുന്നില്ലായിരുന്നു. ആദ്യമായിട്ട് പിന്നെ സാധാരണക്കാരുടെ മനസ്സിലെ ആശയങ്ങളൊന്ന് പങ്കുവെക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. രാഹുല് ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു പയ്യനാണ്. നല്ലൊരു പയ്യനെ അവർ ഈ രീതിയിൽ ക്രൂശിച്ചു നോക്കുമ്പോൾ മനസ്സിന്റെ വേദന എന്തൊക്കെ പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ രാഹുലിന് വേണ്ടി ഇവിടെ വാദിക്കുന്ന കേൾക്കുമ്പോൾ ഒത്തിരി മനസ്സിന് സന്തോഷമുണ്ട്. ഒരിക്കലും ചെയ്യരുതാത്ത ഒരു പ്രവൃത്തിയാണ് സതീശൻ ചെയ്തത്. കോൺഗ്രസിന് തന്നെ അതൊരു നാണക്കേടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് അടി കൊണ്ട് ജയിലിൽ കിടന്ന് ആ മകനെ ഇങ്ങനെ തള്ളിപ്പറയാൻ അവർക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ രാഹുലിന്റെ പുറത്ത് അടിയുടെ ഓരോ പാടും ഞാൻ കണ്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലാണല്ലോ ആ ഓരോ അടിയേറ്റെന്നോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ചേച്ചി ചെയ്തത്. അമ്മ സങ്കടത്തോടുകൂടി പറയുന്ന ഒരു വാർത്ത എന്തുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. അത് കണ്ടാൽ തകർന്നു പോകും കേട്ടാൽ. അത് കണ്ട് ഞാനത് കേട്ടില്ല. എനിക്കൊരു പറയാനൊരു അപേക്ഷയുള്ളത്, നിങ്ങൾ തുടർന്നും രാഹുലിന് വേണ്ടി പ്രയത്നിക്കുക. അതുപോലെ തന്നെ എനിക്ക് സതീശനോട് പറയാനുള്ള ഒരു വാക്ക്, നീചനായ സതീശ, നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂശിച്ചു? ഒറ്റ വാക്കുകൊണ്ട് തീരായിരുന്നല്ലോ. സതീശന് പറയായിരുന്നല്ലോ, പരാതി വെച്ച് ആലോചിച്ചിട്ട് സത്യമെന്നറിഞ്ഞാല് അതിന് തീരുമാനം എടുക്കാന്ന്. ഇത് കാള പെട്ടെന്ന് കേട്ടങ്ങ് കയറെടുക്കുന്ന പണ്ട് കാരണവന്മാരൊരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ സതീശൻ പിന്നെ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത് അന്നേരമേ സസ്പെൻഷനായി. എന്തെല്ലാം കാര്യങ്ങളാണ് സതീശൻ ചെയ്തത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലാത്ത ഒരു ചെയ്ത മനുഷ്യൻ ചെയ്തത്.
എനിക്കത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ്. അതുപോലെ നിങ്ങൾ ഷാഫി പറമ്പില്, ചാണ്ടി ഉമ്മന്, ഇവരെല്ലാവരും ആ മകന്റെ പിന്നെ വിജയത്തിന് വേണ്ടി മകനെ തിരിച്ചെടുക്കുന്നിടം വരെ നിങ്ങളെല്ലാവരും പോരാടണം എന്നൊരു വാക്കാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും യുവമാരും എല്ലാം കൂടെ മലബാർ മേഖലയില് ഭവന സന്ദർശനം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ അമ്മമാരെയൊക്കെ കണ്ടിട്ട് ഈ യുവമാര് വിശദീകരിക്കാം, യുവമാരുടെ പ്രതിച്ഛായ മിനുക്കാൻ വേണ്ടി യുവമാര് ഈ പന്നികൾ അതിലെ ഇറങ്ങിയിട്ടുണ്ട്. വീടുകളിൽ വന്ന യുവമാരെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഇവര് പിന്നെ ചെയ്യുന്നത് അനീതിയല്ലേ. അനീതിക്ക് വേണ്ടി ഒരു ജനങ്ങളും കൂട്ടു നിൽക്കുകയില്ല. രാഹുലിന് വേണ്ടി എന്താണ് ജനങ്ങൾ ഇങ്ങനെ പിന്നെ പ്രതികരിക്കുന്നത്? എത്രയോ അമ്മച്ചിമാരാണ് രാഹുലിന് വേണ്ടി പ്രതികരിക്കുന്നത്. 85 വയസ്സായ അമ്മച്ചിമാരിലൊക്കെ പറയുന്ന കേട്ടാൽ നമ്മുടെ കുളിര് കോരി പോവും. എത്രമാത്രം അവർ രാഹുലിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. തകർന്നു കിടന്ന കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മകനല്ലേ അത്. ഇവർക്ക് എങ്ങനെ തോന്നി ആ മകനോട് അങ്ങനെ ചെയ്യാൻ? എന്തെല്ലാം അനീതികളാണ് ചെയ്തത്. ആദ്യമേ അംഗത്തിൽ നിന്ന് ഒഴിവാക്കി, പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി, പിന്നെ അസംബ്ലിയിലെ UDF ഇരിക്കരുത്, എന്തെല്ലാമാണ് ഇവർ പറയുന്നത്. സതീശൻ ഒന്ന് തിരിഞ്ഞു നോക്കായിരുന്നല്ലോ അവന്റെ പൂർവ്വകാല ചരിത്രം. അത് നോക്കിയായിരുന്നു അവന് ഈ മകനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളേ? ഈശോ പറയുന്നുണ്ടല്ലോ, തെറ്റ് ചെയ്തവര് കല്ലെറിയിട്ടെന്ന്. അത് എല്ലാരും കല്ലിട്ട് വെച്ച് പോവല്ലായിരുന്നോ എന്ന് പറഞ്ഞ പോലെ ഇവർ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ചെയ്യുകയില്ലായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് യൂദാസിന് 30 വെള്ളിക്കാശ് കിട്ടി. ഈ മാധ്യമങ്ങൾക്ക് ആ അനാവശ്യം പറഞ്ഞുണ്ടാക്കിയ സ്ത്രീകൾക്ക് എത്ര കോടി കിട്ടി? അതാരാണ് കൊടുത്തത്? പിണറായി വിജയനാണോ പിന്നെ BJP ആണോ ആരാണെന്ന് അറിയത്തില്ല. അവര് കോടികൾ കൊടുത്ത് പിന്നെ സരിതയെ കൊണ്ട് പാവം ഉമ്മൻചാണ്ടി നീതിമാനായ മനുഷ്യനെ ക്രൂശിച്ചു. അത് മരിക്കുമ്പോഴും അതിന് മനസ്സമാധാനത്തോടെ അതിന് മരിക്കാൻ സാധിച്ചില്ല. അതുപോലെയല്ലേ ഇപ്പം ഈ മോനെ അവർ ക്രൂശിച്ചത്. ഈശോയെ ക്രൂശിച്ചതിനെക്കാട്ടി കഷ്ടമായിട്ട് ആ മനോവേദന താങ്ങാൻ പറ്റുന്നതാണോ? ആ ചിരി കാണുമ്പം ഉള്ളിൽ ഞാൻ ചിരിക്കുമായിരുന്നു. പിന്നെ ചർച്ചയിലൊക്കെ പിന്നെ എടുത്തടിച്ച് ഓരോരുത്തരെ കുടഞ്ഞിരുന്ന ഓരോ മറുപടി കേൾക്കുമ്പോൾ എന്തൊരു ആത്മാഭിമാനത്തോടുകൂടി അത് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ ആ മഹത്വത്തേക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ. എനിക്ക് 75 വയസ്സുണ്ട്. ഇന്നുവരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, വോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും എന്ത് വന്നാലും അതൊരു ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. പക്ഷേ അവർ കാണുന്ന അനീതിയെ പറ്റി പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം. എറണാകുളത്ത് നിന്ന് എന്റെ പേര് മിനി വർഗീസ് എന്നാണ്. അപ്പൊ ഈ രാഹുലിന്റെ പ്രശ്നം പറയാൻ തന്നെയാണ് വിളിച്ചത്. തീർച്ചയായിട്ടും ആ പുള്ളിക്കാരൻ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. രാഹുലിനെ ഇതേപോലെ ഇവന്മാർ പുറത്തു വെച്ചിട്ട് ഇന്നലെ തൊട്ട് വീടുകൾ തോറും ഭവന സന്ദർശനം തുടങ്ങിയേക്കാണ് കോൺഗ്രസ് നേതാക്കന്മാര് സത്യം ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ വർധനവിന് വേണ്ടി. ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ സ്ത്രീകൾ ഇവന്മാരെ വീട്ടിൽ കയറ്റുമോ? എന്ത് തോന്നുന്നു? ചൂലെടുത്തടിക്കണം, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. കാരണം ഉമ്മൻചാണ്ടി സാറ്, ഞാൻ പറയുന്ന യങ്സ്റ്റേഴ്സ് വരട്ടെ. എന്തിനാ 50 വയസ്സിന് ശേഷമുള്ള ഈ കളവന്മാരെ ഒക്കെ എടുത്ത് പുറത്ത് കളയുക? യങ്സ്റ്റേഴ്സ് വരണം. ഇപ്പൊ ഞങ്ങളുടെ എറണാകുളത്തെ ഹൈബി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റലൊക്കെ എത്തി. അതൊക്കെ ശരിക്ക് പാവങ്ങള് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ഒരു ഹൈ ഫാമിലി അല്ലെങ്കിൽ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് കട്ടും മോട്ടിച്ചും ഒക്കെ കഴിക്കാം. താഴ്ന്ന ഉള്ളവർക്ക് ഭിക്ഷയാചിച്ച് ജീവിക്കാം. ഈ ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു എന്താ പറയുക, ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസവും ഇങ്ങനെ സാധനങ്ങളുടെ വില കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ വേദനകളും ഒരമ്മ ആവട്ടെ, ഒരു സഹോദരി ആവട്ടെ, സഹോദരനാവട്ടെ, കുഞ്ഞുങ്ങളുടെ വേദന മനസ്സിലാക്കുന്നവരാണ് യങ്സ്റ്റേഴ്സ്. ഇപ്പം ഷാഫി ആവട്ടെ, ഹൈബി ആവട്ടെ, ഇപ്പൊ ഒരു സന്ദീപ് വാര്യർ, ഇവരൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ, ഇവരെല്ലാം വരണം. അവര് വന്നെങ്കിൽ മാത്രമേ ഇനി കേരളം രക്ഷപ്പെടുത്തുള്ളൂ. അപ്പൊ പിന്നെ ജനങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പെണ്ണ് ദിവസം ഉണ്ടാവും. അത് എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല? അതാ നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഒരു പെണ്ണ് ദിവസം കൊണ്ടിട്ടിരിക്കും എന്തായാലും. അപ്പൊ ഇനിയുള്ള സമൂഹമെങ്കിൽ അത് മനസ്സിലാക്കുക, ഇവരെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് നമ്മുടെ ആവശ്യം. ഇത് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിന് എല്ലാ ജനങ്ങളും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ തിരിച്ചു വരണം. എന്താ പറയാ, ഞാനും ഒരു അമ്മയാണ്. ഒരുപാട് വേദന ഉണ്ടാവും. രാഹുലിന്റെ അമ്മയ്ക്ക് എന്തോരം മനസ്സിന് വേദനയായിരിക്കും.
അപ്പോ അമ്മയ്ക്ക് മാത്രമല്ല നമുക്കും വേദനയുണ്ട്. ഞാനും ഒരു അമ്മയാണ്, എനിക്കും വേദനയുണ്ട്. തീർച്ചയായിട്ടും ആ പുള്ളിക്കാരൻ തിരിച്ചു കൊണ്ടുവരണം. സതീശനാണ് ഇതിന്റെ എല്ലാ കളിയെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ രാഹുലിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ പിന്നിലോട്ടായി ആരും ഓർക്കുന്നില്ല. ശരിക്കും കേരളത്തിലെ ജനങ്ങൾ മന്ദബുദ്ധികൾ. ആലോചിക്കാനുള്ള കഴിവില്ല. വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വേടന്റെ പ്രശ്നം വന്നു? പിന്നൊരു കാര്യമുണ്ട്, യങ്സ്റ്റേഴ്സ് ആണ്. കുഞ്ഞു തെറ്റുകളും ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ ഇത് നമ്മുടെ ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്, പാപം ചെയ്തവര് കല്ലെറിയട്ടെ. ആരുണ്ട്? കോൺഗ്രസിലുണ്ടോ? BJP-യിലുണ്ടോ? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലുണ്ടോ? ആരും ഇല്ലല്ലോ. പിന്നെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പോ. എന്റെ മമ്മിയുടെ ആങ്ങളെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഉള്ള ഒരു പുള്ളിക്കാരനാണ്. ഞങ്ങള് ഫാമിലി കോൺഗ്രസ്സുകാരാ. എന്റെ രണ്ടാമത്തെ മോള് എന്താ പറയാ കമ്മ്യൂണിസ്റ്റിലാ. ഞാൻ അവൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വോട്ടിടാൻ കൊണ്ടുപോകുന്നത് കോൺഗ്രസില്. അപ്പൊ അത്രത്തോളം സ്നേഹിക്കുന്ന ബിരിയാണി മേടിച്ചു ഇനിയും ബിരിയാണി മേടിച്ച് കൊണ്ടുപോകും വോട്ടിടാൻ. ഇല്ല ഞാൻ പറയും അങ്ങനെ ഈ നമുക്കിപ്പോ ഒരുമാതിരി എന്താ പറയാ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചതാണ്. ഒരിക്കലും ഞാൻ പറയുന്ന യങ്സ്റ്റേഴ്സ് തിരിച്ചു വരിക. ഷാഫി, രാഹുല്, സന്ദീപ് വാര്യർ, ഹൈബി, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ, ഇവരെല്ലാം തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു നല്ലൊരു കോൺഗ്രസ് ഭരണം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ 50 വയസ്സായ കളവന്മാരെയൊക്കെ തലവെട്ടി റിലീസായി. അത്രയേ ഉള്ളൂ. ഹലോ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കണേ. ഈ പരാതിയൊന്നും ഇനി കിട്ടാത്ത മാങ്കൂട്ടത്തിന് ഇനി പരാതിയൊന്നും കിട്ടാത്തതിന് എന്ത് ചെയ്യും? ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാ. അല്ല, ഇനിയിപ്പോ ഒരു പരാതി ഇല്ലാണ്ട് അവന്റെ പേരിൽ ആരും ആക്ഷേപിച്ചിട്ടില്ല, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഈ പരാതിക്ക് വേണ്ടിട്ട് ഇയാളെ എന്ത് ചെയ്യാവോ അല്ലേ? അന്നേരം ടെൻഡർ വിളിച്ചേക്കുക. നല്ല ഈ ഇത്തരത്തിൽ പരാതി പറയാനും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാനും കഴിവുള്ള ആരെങ്കിലും സമീപിക്കുക എന്ന് പറഞ്ഞിട്ട് ടെൻഡർ കൊടുക്കാനാണ് തീരുമാനം. അപ്പൊ ഇനി മൂപ്പര് ഇനി ഇതിന്റെ പേരിൽ നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ രാജ്യത്തിലേക്ക് നോക്കാൻ ഇയാൾക്ക് സമയം കിട്ടുമോ? ഇപ്പൊ ഇതിന്റെ പേരിൽ ഈ പരാതിക്ക് വേണ്ടിയിട്ട് ഇയാൾ എങ്ങനെ അന്വേഷിച്ച് നടന്നാല് ഇനിയിപ്പോ പിന്നെ രാജ്യത്തിന് വേണ്ടി നോക്കാൻ അല്ലയുമാര് രാജ്യത്തിന് വേണ്ടിയാണോ എന്തോ നോക്കി കിടക്കുന്നത്? ഇവന്മാര് രാജ്യത്തിന് വേണ്ടി ഇവിടെ ആനുകാലിക പ്രസക്തമായ ജനങ്ങൾ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവന്മാർ ഇടപെടുന്നുണ്ടോ? ഏതിലും ഇല്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടുള്ളത് അറിയാം. പക്ഷെ ഇപ്പൊ ഇനി ഒന്നും ഇല്ലാതെയാക്കാനായിരിക്കുമോ? ഇതൊക്കെ വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുന്ന ഒരു സാധനം വിജയിക്കൂ. ഇവന് എന്തൊക്കെ കിടന്ന് തലകുത്തി പറഞ്ഞെന്ന് പറഞ്ഞാലും ഏതൊക്കെ ഏജൻസിയെ കൊണ്ട് ഇറക്കി എന്ന് പറഞ്ഞാൽ പോലും സത്യമല്ലാത്ത എന്തൊരു സാധനം ഇവന്മാർക്ക് പറയാൻ പറ്റും. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ പോലെ വളിച്ച മറ്റേ എന്തോ വ്യാജ ഐഡന്റിറ്റി കാർഡെന്നൊക്കെ പറഞ്ഞ് ഇപ്പം സബ്ജക്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ നാക്ക് മാറിക്കൊണ്ട് മൂപ്പര് ഒന്നും എന്താ പറയാ നനഞ്ഞ പൂച്ചയെ പോലെ ആയി. ഇപ്പം അതുകൊണ്ടാണ് നാറിയെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും പതുക്കെ സബ്ജക്ട് വിഷയം മാറ്റുക, മറ്റേ വ്യാജ ഐഡന്റിറ്റി കാർഡിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതന്നെ നനഞ്ഞ പൂച്ചനെ പോലെ ആയി. ഇന്നലെ ഇവിടെ ചാനലൊക്കെ വന്നു, ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ചാനൽ വന്നു, അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സാറിനെ പറ്റി നല്ല അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇറക്കോര് സാറിന്റെ ഇത് കണ്ടു ഞങ്ങള് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കണ്ടോ, ഇന്നലെ ഒരു വ്യാജ വാർത്ത കൂടെ കൊടുത്തിട്ടുണ്ടോ? ഷാഫിയെ കൂടെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഷാഫി അവിടെ ഗ്രൂപ്പ് യോഗം നടത്തിയെന്ന് പറഞ്ഞു വ്യാജ വാർത്ത കൊടുത്തത്. വടകരയിൽ വെച്ച് അവൻ അടിക്കാൻ പോയി നിന്നല്ലോ. അവൻ ആരാ ആളെന്ന് ഇവർക്ക് അറിയോ? അവനെ പറ്റിയിട്ട് ഇവരെ കണ്ടെങ്കിൽ ഇവർക്ക് ഒന്നെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ പിന്നെ അസുഖങ്ങൾ നടക്കുന്ന സമയത്ത് ഈ കുട്ടികളിൽ വിട്ടിട്ട് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര വലിയൊരു കഷ്ടമാണ് നോക്കി. ഈ മക്കളിനെ ഇനി ഇല്ലാതെയാക്കിയ ഇനിയിപ്പോ ഈ പാർട്ടി എവിടെ പോയിനിപ്പോ? ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇവന്മാരിപ്പോ വീടുകൾ തോറും കയറി ഇറങ്ങി വിശദീകരണവുമായിട്ട് നടക്കുകയാണ്. ഇവന്മാരെ ജനങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും? അതിനിപ്പോ 1000 ആളിൽ 10 ആളാണ് അവനെ കുറ്റം പറയുന്നുള്ളൂ. 1000 ആൾക്കാരുടെ വായിലേക്ക് കോളാമ്പി കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു 10 പേരാണ് അവരെ കുറ്റം പറയുന്നുള്ളൂ. അതിന് വെച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ഞാൻ പറയുന്നതാണ്, ഇനി ഇവന്മാര് ഈ കോൺഗ്രസ്സുകാര് അവരുടെ നയം വിശദീകരിക്കാനെന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇനി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നാൽ ഞങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ ഇവിടെ വന്നാലേ ഞങ്ങൾ അതിൽ അംഗീകരിക്കുള്ളൂ. ഞങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ ഉണ്ട് ഇഷ്ടം പോലെ. അവർ വന്ന് ഞങ്ങളോട് ആക്ഷേപിച്ച് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇനി ഇതിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ജന്മനാൽ ഇത് പറഞ്ഞു തന്നതാണ് ഈ കോൺഗ്രസ് പാർട്ടി വന്നിട്ട്. ഞാനൊരു വീട്ടമ്മയാണ്. എറണാകുളം സിറ്റിയിൽ നിന്നാണ് വിളിക്കണത്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി
ഈ കണ്ട ഈ ചീത്ത വർത്താനങ്ങൾ മുഴുവനും പറയണം. ഈ CPM-ലുള്ളത് മുഴുവനും മുക്കാൽ ഭാഗം കൊള്ളില്ലാത്ത മന്ത്രിമാരാണ്. എല്ലാം സ്ത്രീ കാര്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരാണ്, അന്യ സ്ത്രീകളുമായിട്ട്. എന്തിനാണ് എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാര്യം വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റരുത്. മാത്രമല്ല അതിനു വേണ്ടി ഈ ലോകത്തിലുള്ള ജനങ്ങൾ, സ്ത്രീ ജനങ്ങൾ മാത്രമല്ല പുരുഷ ജനങ്ങളും ഇറങ്ങിയിരിക്കും. മുക്കാൽ ഭാഗം പുരുഷന്മാരെ ഞാൻ പറയുന്നുണ്ട്. സ്ത്രീകൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ഇറങ്ങിയിരിക്കും അതിനുവേണ്ടി. അത്രയും എല്ലാവർക്കും ഈ നാടിന് വേണ്ടി എല്ലാം പ്രസംഗിക്കുക. ഈ നാടിന് വേണ്ടി രാഹുൽ ഗാന്ധിനെ പോലെ തന്നെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പയ്യൻ. എന്നിട്ട് ആ പയ്യനെ കുറിച്ച് ഈ ഇങ്ങനെ അപവാദം പറഞ്ഞ് സൃഷ്ടിക്കുന്നത് ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ടല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവന്മാര് ഈ പണിയെല്ലാം ചെയ്ത് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള നടപടി എടുത്തിട്ട് ഇവന്മാരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വീടുകൾ തോറും കയറി ഇറങ്ങാൻ വേണ്ടി ഇന്നലെ തൊട്ട് ഇവന്മാർ പദ്ധതി ആരംഭിച്ചു. അന്നേരം വീടുകൾ തോറും പ്രവർത്തകർ വന്ന് വീടുകൾ തോറും കയറി ഇറങ്ങിയ സാറ് തല്ലുകൊള്ളും. പെണ്ണുങ്ങൾ സ്ത്രീകളെ അടിക്കും, കുറ്റിച്ചൂലെടുത്ത് അടിക്കും. അതുമില്ല വേറെ വല്ല അപ്പി വല്ലതും. ഇപ്പൊ ആരുടെയും മുറ്റത്ത് അപ്പിയൊന്നും ഉണ്ടാവൂല, എല്ലാരും ശുദ്ധമായിട്ട് ഇടുന്ന സ്ഥലമായത് കാരണം അടിക്കും. അതുകൊണ്ട് എന്റെ വീട്ടില് രാഹുലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു വന്നാല് ഉറപ്പായിട്ടും ഇവിടെ ഒരിക്കലും വടി എടുത്തിട്ട് ഞാൻ ഓടിച്ചിട്ട് അടിക്കും ഞാൻ. എന്റെ പേര് സഫിയ, കണ്ണൂരാണ്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ നമുക്ക് ആർക്കും വിലയിരുത്താൻ കഴിയുന്ന കാര്യമല്ല. അത് അവർക്കും ദൈവത്തിനും മാത്രം അറിയുന്ന കാര്യം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തത്തിൽ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഈ ഒരു ആക്ഷേപം ഉണ്ടല്ലോ, അത് കേട്ട് മടുത്ത് അറപ്പ് വരിക ഞങ്ങൾക്ക്. എന്താ ചെയ്യണ്ട ഞങ്ങളെന്ന് വിചാരിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ മുന്നിൽ മാന്യതയിലും അഭിമാനത്തിലും ജീവിക്കുന്ന ഒരു സ്ത്രീകൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഫോണ് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല സാറേ, യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണും തെറ്റുകാരിയല്ലേ. അപ്പൊ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ യൂട്യൂബിൽ പിന്നെ ഗർഭിണീന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഇടുന്നു. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അറപ്പാണ് വരുന്നത്. ഞങ്ങൾ ഒരു സ്ത്രീയാ, എനിക്ക് 3 പെൺമക്കളുള്ള ഒരു സ്ത്രീയാ ഞാന്. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഞങ്ങൾക്കും ഇല്ല ഒരു മാനോ. പറയുന്നത് ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, പക്ഷെ അവരുടെ പേരിൽ ഇതിങ്ങനെ സ്ത്രീകളെ വേട്ടയാടുക മൊത്തം. സ്ത്രീ എന്ന് പറയുമ്പോ എല്ലാ സ്ത്രീയും ഒരുപോലെയല്ല സാറേ. ഇതിൽ തെറ്റ് ചെയ്ത്, അതായത് പിന്നെ ചിലപ്പോ ഇന്നത്തെ ലഹരിക്ക് അടിമയായ പോലത്തെ പെമ്പിള്ളർ എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട പെമ്പിള്ളർ ഇന്നുണ്ട്. എല്ലാ പെമ്പിള്ളറും അല്ല. ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊരു ഉളുപ്പില്ലാണ്ട് നിൽക്കുമ്പോൾ ഈ ഉളുപ്പുള്ള ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ നിയമത്തിന്റെ മുന്നിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മാനാഭിമാനം ഇല്ലേ? കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഭവന സന്ദർശനം, അതായത് ഇവന്മാരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വീടുകൾ കയറി ഇറങ്ങാൻ വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഇവന്മാരെ സ്വീകരിക്കും? അതൊരിക്കലും സ്വീകരിക്കില്ല. കാരണം അതിൽ ഞങ്ങൾ എതിരാണ്. കാരണം ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആണും പെണ്ണും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രേമിക്കൽ സാധാരണയാണ്. ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ചിട്ട് അതിൽ ഈ പെൺകുട്ടികൾ ഇറങ്ങി പോയിട്ട് പെൺകുട്ടികളെ ഇത് തുറന്നട കാണിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവള് മാന്യക്കാരത്തെ ആയിട്ട് വരുന്നതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റൂല. ആണിന് മാത്രം ഒരു കുറ്റം പേരിടുന്നത് ഞങ്ങൾക്ക് പിന്നെ അതിനനുകൂലിക്കാൻ പറ്റൂല. അത്രയും വിഷമമുണ്ട് ഞങ്ങൾ ഇത് സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് പറയുമ്പോ സ്ത്രീകളെ മൊത്തം മാനാണ് കെടുത്തുന്നത്. മാമ്മൂട്ടി ചങ്ങനാശ്ശേരിയിൽ വിളിക്കുന്നു. പേര് ജോണി ആന്റണി ജേക്കബ്. അല്ല, നമ്മളിപ്പോ കേൾക്കുന്നത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നേരമില്ല. ഇവിടെ ഗർഭത്തിന്റെ പേരില് അല്ലെങ്കിൽ പീഡിപ്പിച്ചതിന്റെ ബലം, തീവ്രത ഇതൊക്കെ അളക്കുന്നതാണ് വന്നിരിക്കുന്നത്. ഈ രാഹുൽ മാൻകൂട്ടം അല്ലെങ്കിൽ ശശി തരൂർ ഇതുപോലുള്ള ആൾക്കാരെ ഇവർ നേരെ കൊണ്ടുവരത്തില്ല. ഈ പെണ്ണുകളെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വിജയന് വേണ്ടി അവർ ഒത്താശ ചെയ്യുന്നു വി.ഡി. സതീശൻ. ബാക്കി രണ്ടായിരത്തി ഇവരൊക്കെ കൊച്ചിനെ തൊട്ട് നാട്ടുകാരുടെ പൈസക്ക് ജീവിക്കല്ലേ. വെള്ള ഉടുപ്പും കോപ്പും ഇട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പാർഷന്മാരെ പോലും കണ്ണുടച്ച് ഏതാണ്ടൊക്കെ വിളിച്ചു പറയല്ലേ രമേശ് ചെന്നിത്തല. ഇതിനെയെല്ലാം മാറ്റണം. ഇവന്മാർ കാണിക്കുന്ന തെറ്റത്തരങ്ങളാണ്. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ പോലെ ആക്കാൻ ശ്രമിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ മെൽബോണിൽ നിന്നാണ്. എന്റെ പേര് സണ്ണി എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാലേ, ഇപ്പൊ ഈ ചെന്നിത്തല, രമേശ് ചെന്നിത്തലയുടെ കാര്യം പുള്ളിയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന പാർട്ടികളാണ്. പുള്ളി പണ്ട് ഞങ്ങളെ ട്യൂഷനൊക്കെ, ഞാനും പുള്ളിയായിട്ട് ഒരു 4-5 വയസ്സിന്റെ വ്യത്യാസങ്ങളോട് ഞങ്ങൾ ഇന്ത്യയുടെ ട്യൂഷനൊക്കെ പഠിപ്പിച്ച പുള്ളിയൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്തൊക്കെ പിള്ളേരോടൊക്കെ ഇങ്ങനെ രസങ്ങളൊക്കെ പറഞ്ഞാണ്. അന്നത്തെ കാലത്തെല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ് ആയപ്പോൾ കുറെ ഇതും കൂടെ ആയെന്നുള്ളൂ.
പുള്ളി ഇപ്പോഴല്ലേ വെള്ളയൊക്കെ ഇട്ട് തുടങ്ങിയത്. ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പുള്ളി ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കറുത്ത ഒരു ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ ഇങ്ങനെ ഗുണനം പോലെ ബ്ലാക്ക് ഇതൊക്കെ ഉള്ള പുള്ളി വളരെ ഞങ്ങൾ തെറ്റിയായിട്ട് മനുഷ്യരായിരുന്നു. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ പെൺപിള്ളേർ വന്ന് എന്തൊക്കെയാ പറയുന്നത്. ഇന്നത്തെ കാലത്ത് അമ്മമാര് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മമാരെ പെൺപിള്ളേരോട് ഒരു കളി മോളെ ഇല വന്ന് മുള്ള വീണാലും മുള്ള നില വീണാലും കീഴെ ഇലയ്ക്ക് തന്നെയാണെന്ന് പറയും. ഇപ്പൊ നേരെ തിരിച്ച് അമ്മമാര് നീ പറഞ്ഞു കൊടുക്കട്ടെന്ന് പറഞ്ഞാല് ഒന്ന് ആമകളോട് കൂടി ഇതൊന്നുകൂടെ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ എന്ത് കേസ് വന്നാലും ആണുങ്ങൾക്കൊരു ഇതില്ല, പെണ്ണുങ്ങൾക്കാണ് പ്രൊട്ടക്ഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അവർ പോയി എന്തെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുക, ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നാട്ടിൽ നിന്ന് ഒരു പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുക, എന്നെ കണ്ട് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഇതുപോലൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ കണ്ടും കാണുകയല്ല പേരും കാണുകയില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ വരുന്ന പറ്റി പേടിച്ച് ഇവരുടെ വഴി നടക്കുന്നതല്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. ഇതൊന്നും വലിയ ഇഷ്യൂയൊന്നുമില്ല. അല്ലോ പിന്നെ പുള്ളിക്ക് ഒരു കുഴപ്പം പറ്റിയെന്ന് പറയാതെ ഈ പുള്ളി ആക്ച്വലി പത്തനംതിട്ട ഇവിടെ പാലക്കാട് പോയി നിൽക്കുന്നതാണ്. ഇങ്ങനെ കുറെ പെൺപിള്ളേരുണ്ട് സിനിമയിലെ കാണും ഒരു ഇത് എവിടെ ഒരു താലപ്പിലയുടെ കൂടുതൽ താലം പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറുകാങ്കട ഒപ്പിക്കുന്ന ഒരു വേഷത്തിലായിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരങ്ങ് സെലിബ്രിറ്റി ആണെന്ന് അവരുടെ വിശ്വാസം. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ആ സ്റ്റാൻഡേർഡിൽ താഴത്തോട്ട് വരാനും പറ്റത്തില്ല. അവർക്ക് ഹൈ സ്റ്റാൻഡേർഡ് ജീവിക്കുകയും വേണം. എന്നതിനുള്ള ഇൻകോ അല്ലെങ്കിൽ മറ്റൊരു സപ്പോർട്ടും ഇല്ല. അങ്ങനെ വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ആടിനാട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എന്നാൽ പിന്നെ നീ തുറന്നൊക്കെ പറയാം. നിനക്കല്ലേ സപ്പോർട്ട് കിട്ടുക? പോലീസിന്റെ സപ്പോർട്ട് നീക്കൊണ്ട്, നിയമത്തിന്റെ സപ്പോർട്ട് നിങ്ങളോട് പരാതി കൊടുക്കണത് ഇന്ന ആൾ പേര് ചിതം പരാതി ഇന്ന സമയത്ത് ഇന്ന പോലെ എനിക്ക് ഫോൺ കോൾ എന്റെ റെക്കോർഡുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് തൻ്റെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയുന്ന വാക്കുവാണെന്ന്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ ഈ സതീശനൊക്കെ ഇതിനെ കേക്ക് മുറിക്കാനോ ഇയാൾക്കൊക്കെ അറിയരുത്. ഈ പറഞ്ഞ പാർട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം കേക്ക് മുറിക്കുന്നതിന് അയാളൊരു പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവല്ലേ. നിന്നിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക. നിനക്ക് അടുപ്പമുള്ളവരാണെങ്കിൽ എത്ര കോൺഗ്രസിൽപ്പെട്ട എത്ര നേതാക്കന്മാരുടെ മക്കളും ഒക്കെ ഉണ്ട്. ആർക്കും വിളിച്ചിങ്ങനെ വല്ല കേക്ക് മുറിക്കാനോ വല്ലതും പോകും. വിചാരിക്കുന്നുണ്ടോ പോകുമെന്ന്? അമ്മമാരും പോവുകയല്ല. ചെമ്മാരിലെ ചുന്നത്തിലേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ എന്ന് പറയുമ്പോൾ എത്ര പിള്ളേർ വനക്ക് വേണ്ടി തല്ലുകൊണ്ടുണ്ടെന്നറിയാം. ഈ പമ്പ കോളേജിലൊക്കെ പരുവല പമ്പ കോളേജിലൊക്കെ കിടന്ന് എത്ര പേര് വരെയൊക്കെ. ഇപ്പം ആ പിള്ളേരൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ അവരെ വിളിക്കുന്നവരൊക്കെ ഒരു കാര്യത്തിന് വിളിച്ചാൽ മിണ്ടത്ത് പോലുമില്ല. ഫോൺ എടുക്കത്തില്ല. ഈ അടുത്ത ഇവിടെ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു പുള്ളി. ഞാനൊന്ന് പുള്ളിയെ വിളിച്ചു ഒരു വാട്സപ്പ് മെസ്സേജിന് കൂടെ ഞാൻ വാട്സപ്പ് നോക്കാം. എൻ്റെ ഫാദറും പുള്ളിയുടെ ഫാദറും എൻ്റെ വീട് ഫാദറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കാരായ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ അടുപ്പമുള്ള ആൾക്കാരെ പുള്ളിക്ക് ഇരുമല അറിയാമെന്ന് ഞങ്ങളുടെ വീട്ടിൽ പോലും വന്നുണ്ട്. ഈ ചെന്നിത്തിലാന്ന് പറയുന്നത് അങ്ങനെയുള്ള പാർട്ടികളാണ്. ഇവരൊക്കെ കൂടി എന്തായാലും ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു അടുത്ത ഇലക്ഷനിൽ ജയിക്കാന്നുണ്ട്. വീടുകൾ തോറും കയറി ഇറങ്ങാനായിട്ട് പോകുന്നു, പ്രതിച്ഛായ മിനുക്കാൻ വേണ്ടി ആളുകൾ ഇവന്മാരെ എങ്ങനെ? ഇവന്റെ മുഖത്ത് തന്നെ ചായ ഇല്ല, പിന്നെ ഇവനെ കാറിന്റെ പ്രതിച്ഛായ കൊടുക്കാനും ഇവന്മാർ തന്നെ കാണിച്ചു. ഏതോ ഒരു പെണ്ണ് എവിടെ ഉണ്ട്, ഏതോ ഒന്ന് രണ്ട് പേര്. അത് ഈ കോൺഗ്രസിലെ തന്നെ ഒരു പെണ്ണ് എന്തോ ഈ മറുനാടിനകത്ത് വായിച്ച് എന്തോ അലക്സ എന്തോ ഒരു പെണ്ണിന്റെ ഒക്കെ പേര് വാങ്ങിയിട്ട് ഇതിനെയൊക്കെ ആ ഭാഗത്ത് അങ്ങനെ അടിക്കുക. ഇതൊക്കെ പേര് കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് നടക്കുന്നല്ലേ. എത്ര പെമ്പിള്ളാർ തല്ലുകൊണ്ടവരൊക്കെ ഉണ്ടെന്ന് അറിയാം. അവർ തന്നെമാരെ മുഖ്യം നടക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് വന്നെന്നുള്ള നമ്മളൊക്കെ കോൺഗ്രസിൽ പാട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. പറഞ്ഞോണ്ടില്ല. ഇപ്പോഴേമാരെ കാണുമ്പോൾ ഇതൊക്കെ കാണുന്ന നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇവരൊക്കെ എന്തോ കാണിക്കുന്നു. അതുപോലെ രാഹുൽ പ്രശ്നം പരിഹരിക്കാതെ ഇവന്മാർ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അയാൾക്ക് ഇപ്പോഴും ഫുൾ സപ്പോർട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ പേഷ്യന്റ് ഒരു വിഷമം കാരണം പുള്ളി പബ്ലിക്കിലോട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല സപ്പോർട്ടുണ്ട്. ഇതിനേക്കാളും എത്ര വില്ലത്തരം കാണിച്ച മന്ത്രിയുടെ മന്ത്രിയുടെ വീട്ടിൽ കയറിയ കർണകുറ്റി അടി മേടിച്ച പോലെ മന്ത്രിയായിട്ടിരിക്കും ഇപ്പോൾ അവിടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ളവരൊക്കെ ഇരിക്കുന്നിടത്ത് ഇതെന്തോ അല്ല. പിന്നെ തൻ്റെ ആയിട്ടൊരു പെണ്ണ് പറയും അതേ ഇന്ന് പരാമർശനം എന്ന് പറഞ്ഞാൽ അയാളെ പാർട്ടിയിൽ നിന്നും പൊളിക്കേണ്ട കാര്യമില്ല. അയാളോട് വിശദീകരണം ചോദിക്കാം. അവർക്ക് തന്നെ മറ്റേ പാർട്ടിയിലൊക്കെ എന്താ ചെയ്യുന്നത്? അവിടെ എടുത്ത് കളി കളയുവാണ്. ഒന്നുമില്ല, അവർ വെച്ചുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അവർക്കറിയാം നിങ്ങളൊരു വിഷയം വന്ന് നമ്മളെന്തെങ്കിലും നടപടി ഇതിപ്പോൾ എന്തെങ്കിലും നടപടി എടുക്കുന്ന ഒരു കാര്യമേ ഇല്ലെന്ന് ഇതില് ഒന്നുമില്ല. എന്ത് കാര്യം ചെയ്താൽ അയാളത് ചെറുപ്പത്തിന്റെ ഇതിനോട് പിള്ളേരോട് വർത്തമാനം പറഞ്ഞു. അതിന് വല്ല ഇത് തന്നെ ഇയാടെയൊക്കെ തന്നെ ശബ്ദം അതൊന്നും വല്ല വല്ല മാർഗമുണ്ട്. 6 പേരിൽ 6 ശബ്ദം വേണേലും ഉണ്ടാക്കാവുന്ന കാലം. മെസ്സേജ് പോലും 6 കാലം വേണമെങ്കിലും ഉണ്ടാക്കാം. അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റൊക്കെ ഉണ്ടാക്കാനൊന്നും വലിയ പാടുള്ള കാലമൊന്നുമല്ല. എനിക്കറിയില്ല ഇവന്മാരൊക്കെ തല എല്ലാത്തിനും മുഖ്യമന്ത്രി കാണും കോൺഗ്രസിൽ. അതാ കുഴപ്പം. മുരളീധരനാണ്, ചെന്നിത്തലയ്ക്കാണ്, സതീശനാകണം, പിന്നെ വഴിയെ പോകുന്ന രംഗാൻ പലരുണ്ട്, അവനെല്ലാം ആവണം. അങ്ങനെ അവന്മാരൊക്കെ അവനൊക്കെ നിന്നാണ് ഒരിക്കലും നിന്നാൻ പോകുന്നില്ലൊന്നും. എൻ്റെ പേര് ജോർജ്, കൊല്ലം ചാത്തന്നൂരിന്ന്. സാറേ, ആ പാവപ്പെട്ട നേതാവിനെ കുറിച്ച് ഈ സതീശനെ തീടത്തി ചൂട് വെച്ച് അടിക്കണം. തീടത്തി ചൂട് വെച്ച് മുക്കി അടിക്കണം. അവനെ നിർത്താനേ പാടില്ല. അവൻ ലോകത്തുനിന്ന് ഈ കേരളത്തിൽ നിന്ന് അവനെ ഒഴിക്കണം, കൊല്ലണം അവനെ. അറിയാം, അവന് വിവരമില്ല. അവന് പണത്തിന്റെ കൊഴുപ്പായി പോയി. മഹാ അഹങ്കരിച്ചു പോയി. ഇവിടെ കാണാൻ അവൻ വന്നു കഴിഞ്ഞാൽ തീടത്തി ചൂട് നോക്കി അടിക്കും. ഇവിടെ ഒരുപാട് പേര് വിരോധമായിട്ട് നിൽക്കുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ ക്രൂശിച്ച് ഇത് നല്ല സന്ദേശമായിട്ട് സാറിന് തന്നെ ഈ ദേശം മൊത്തം അറിയിക്കണം. കാരണം വെച്ചാൽ ഇവർ കൊള്ളരാത്തനാ. പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ അവൻ അർഹതയുള്ളവനല്ല അവൻ.
എന്റെ സ്ഥലം ഞാൻ ഇപ്പൊ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് 15 വർഷം കൊണ്ട്. ഞാൻ പേര്? 74 വയസ്സായ ഗംഗാധരൻ നായർ, ആർമി റിട്ടയർഡാണ്. ഗംഗാധരൻ നായർ. എനിക്ക് ഒരു സംശയം ചോദിക്കാനാണ്. ഈ കഴിഞ്ഞ 10 വർഷം 9.5 വർഷമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷം എന്നുള്ള ഒരു ജന്തുക്കളുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാ. അതിന് സാർ ഞാൻ വന്നിട്ട് ഈ പട്ടാളത്തിൽ പോണതിന് മുമ്പേ പട്ടാളത്തിൽ പോയിട്ടും ബാംഗ്ലൂർ താമസമായിട്ടും വന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ 2014 മുതല് ഞാൻ പോകില്ല. കാരണം ഈ ചെറ്റകള്, കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറ്റ കൂട്ടങ്ങള് ഈ പിണറായി വിജയൻ കാണിക്കുന്ന ചെറ്റത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നുണ്ടോ? ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് അവൻ ആരോ പറഞ്ഞ് ഇത് ജയിച്ചു. ഇതെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റീസൺ അറിഞ്ഞിട്ട് വേണമല്ല അവന്റെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനമെല്ലാം രാജിവെപ്പിക്കാൻ. സതീശൻ എന്ന് പറയുന്ന ചെറ്റ, അവൻ അവൻ ഉദ്ദേശിക്കുന്ന അടുത്ത മുഖ്യമന്ത്രിയാണ്. അവൻ ആകൂല. ജനങ്ങള് ഇപ്പൊ കോൺഗ്രസിലെ ഒരു 10 പേരെങ്കിലും പിന്നെ മുഖ്യമന്ത്രി ഉടുപ്പ് തച്ചുകൊണ്ടിരിക്കുക. ഇത്ര ചെറ്റ കൂട്ടങ്ങള് അധികാരമുഖം. കേന്ദ്രത്തിലെ 10 വർഷം AK ആന്റണി എന്ന് പറഞ്ഞ ഒരുത്തായി. അവൻ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? 10 വർഷം അവൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. അവൻ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? 2014 40 വർഷം കൊണ്ട് ഈ എക്സർവിസ്മെന്റെല്ലാം ഉണ്ടായിക്കൊണ്ട് പെൻഷന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ 89 പെൻഷനാകുമ്പോ എനിക്ക് കിട്ടിയ 384 രൂപയായിരുന്നു പെൻഷൻ. ഞാനാണ് ഇപ്പോഴും 36,000 രൂപ വായിക്കുന്നു. ഇങ്ങനെയുള്ള ചെറ്റലുള്ള ദയവ് ചെയ്ത് എനിക്ക് അതിനുള്ള നിങ്ങളുടെ നമ്പർ വന്ന്, കാരണം നിങ്ങളുടെ ഒരു സ്പീച്ച് വന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവന്മാര് കാണിക്കുന്ന എല്ലാം പ്രഭാകരതനമുണ്ട്, ചെറ്റത്തനാണ്, ചെറ്റകള്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അത് ഒന്ന് കേൾക്കാൻ പറ്റുമോ? എന്റെ ഒരു ബന്ധു കോൺഗ്രസിലുണ്ട്. അവൻ 54-55 വർഷം കൊണ്ട് കോൺഗ്രസിന്റെ നേതാവെന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നെ നെയ്യാറ്റിൻകര സണ്ടിലെ DCC പ്രസിഡന്റായപ്പോ അവനെ പിടിച്ചിട്ട് പിന്നെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് അന്ന് മുതൽ അവന്റെ നാട്ടിൽ അവന്റെ കുടുംബക്കാർ അവനെതിരായിട്ട് അവനെ കംപ്ലൈന്റ് പോയി. ഇപ്പൊ ആ സാധനമില്ല, ഒന്നുമില്ല. ഇപ്പം നെയ്യാറ്റിൻകര സ്റ്റേഷന്റെ 4 സൈഡിലും ചുറ്റുകൊണ്ട് കിടക്കും. രാവിലെ എഴുതിട്ട് ഒരു വടിമാരിയുള്ള ഒരു വൈറ്റ് വെള്ള ഷർട്ടും ഷർട്ടും മുണ്ട് കൊടുത്തിട്ട് നടന്നിട്ട് ഇങ്ങനെ കേസ് പാട്ട് വന്നാൽ അവരെ ഒത്തു തീർത്ത് അവരിൽ പകുതി പൈസ മാറ്റി ജീവിച്ചോണ്ട് കിടക്കുന്നു. ഇങ്ങനെയുള്ള ചെറ്റകൾ എന്തൊരാവശ്യത്തിനാണ് കോൺഗ്രസിന്റെ പേര് എടുത്ത്? ഞാൻ 40 വർഷം കൊണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. ബാംഗ്ലൂർ താമസമായിട്ടും ബാംഗ്ലൂരിൽ എന്റെ സ്വന്തം ചെലവില് നാട്ടിൽ പോയി പഞ്ചായത്ത് വരെ പാർലമെന്റ് ഇലക്ഷൻ വരെ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. 2014 മുതൽ ഞാൻ പോകൂല. കാരണം യവന്മാര് ഇങ്ങനെ ആന്റണിയുടെ മോനെ കൊണ്ടുവന്നിട്ട് BJP ചേർത്ത് വിട്ടിട്ട് ഇനി അവന്റെ രക്ഷയില്ല എന്നുള്ള മനസ്സിലായി. അപ്പം BJP ചേർത്ത് വിട്ടിട്ട് പോയിട്ട് ഇങ്ങനെ എന്തിന് ജീവിക്കുന്ന തൂങ്ങിച്ചത്തൂരെ അവനെല്ലാം ചെന്നിട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.